മതി താ തുറക്കട്ടെ താ ഇത് കളിക്കേണ്ട സാധനമല്ല താ ഹലോ നമസ്തേ എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്കല്ല നിങ്ങളോടൊരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ ധ്രുവ ഇങ്ങോട്ട് വാ ഇതിപ്പം എന്താ പറയുക നമ്മളുടെ ഇത്രയും നാളത്തെ കഷ്ടപ്പാട് അല്ലെങ്കിൽ നമ്മുടെ ഇത്രയും നാളത്തെ യാത്രയിൽ കണ്ട് മതിമറന്ന് യൂട്യൂബ് നമുക്കൊരു സമ്മാനം അയച്ചു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ 1,00,000 സബ്സ്ക്രൈബേഴ്സ് തരാവേ ഇത് തുറന്നിട്ട് തരാം കേട്ടോ 1,00,000 സബ്സ്ക്രൈബേഴ്സ് ആയതിന് ശേഷം നമുക്ക് കിട്ടുന്ന സിൽവർ പ്ലേ ബട്ടൺ. ആക്ച്വലി നമ്മളുടെ യാത്രയിൽ നമുക്കിത് മുൻപേ അപ്രൂവ് ആയതാണ്. പക്ഷേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാലോ ഞാൻ നാട്ടിൽ വന്നിട്ട് കുറേ നാളായി. അതിനുശേഷം ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് വെറുതെ നമുക്ക് കിട്ടില്ല. നമ്മൾ വന്നതിന് ശേഷം ഇത് അപ്ലൈ ഒക്കെ ചെയ്യണമായിരുന്നു. നീ എന്നോട് പറഞ്ഞു തന്നില്ലല്ലോ, നേരത്തെ പറഞ്ഞു തരണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് എടാ എന്നാ ചിക്കൻ അതുകൊണ്ട് നമുക്ക് ഇത് കിട്ടാൻ കുറച്ച് വൈകി. എന്തായാലും കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവന് സന്തോഷമായി. കാരണം ഇത്രയും ദിവസം വന്നിട്ടിപ്പോൾ 2-3 ദിവസമായി ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല. ഇത് എങ്ങനെ ഓപ്പൺ ചെയ്യും എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുവാണ്. എന്തായാലും നമുക്ക് തിരിച്ചു പോകാനുള്ള സമയമായി. ഇനിയിപ്പം അങ്ങോട്ട് ഓപ്പൺ ചെയ്യുക എന്നുള്ളതല്ലാണ്ട് നിങ്ങളുടെ മുമ്പിൽ വെച്ച് അങ്ങോട്ട് ഓപ്പൺ ചെയ്യുക, നിങ്ങൾ കാണിച്ചു തരിക എന്നല്ലാണ്ട് ഒരു സന്തോഷം അത് നിങ്ങളായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു. ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാൻ ഇവനുമായിട്ട് ഡീലുണ്ട്. ഇതിൻ്റെ ബോക്സ് ഇവനും അതിൻ്റെ ഉള്ളിലെ പ്ലേ ബട്ടൺ എനിക്കും കേട്ടോ. അല്ലേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവൻ്റെ കൂടെ കളിയും ഞങ്ങൾ വീട്ടിലും ഒക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് പുറത്ത് പോയിരുന്നു. അച്ഛൻ്റെ ചടങ്ങ് തിരുനെല്ലി അമ്പലത്തിൽ വെച്ചിട്ട് ഒരു ആണ്ടുബലി ഇടുന്ന ചടങ്ങ് കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയി. അതെല്ലാം ആയതുകൊണ്ടാണ് വീഡിയോകളും യാത്രകളും ഒന്നും ഇല്ലാത്ത. പിന്നെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചു നാട്ടിലെ യാത്രകൾ വളരെ കുറയ്ക്കാം. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പുറത്ത് പോയിട്ടുള്ള ഗ്രാമങ്ങളുടെ കാഴ്ചകളൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടം. അപ്പം അങ്ങനെയുള്ള കാഴ്ചകളായിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലൊന്നും വീഡിയോ ഇല്ലാണ്ടിരുന്നത്. എന്തായാലും എടാ ഒന്ന് താഴെ ഇത് ഞാൻ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് കളിക്കാടാ. ഇവന് ഇതിൻ്റെ വന്നപ്പം അതിൻ്റെ പൊക്കത്ത് കയറി ഒരേ കളിയാണ് കേട്ടോ. തരും മാമനല്ലേ, മാമൻ തരും. മാമൻ പറഞ്ഞ പോലെ ചെയ്യും. ഓക്കെ, അങ്ങനെ നമുക്ക് ഒരു കറുത്ത ബോക്സിൽ യൂട്യൂബിൻ്റെ എംബ്ലമൊക്കെ പതിപ്പിച്ചിട്ട് നമ്മുടെ പ്ലേ ബട്ടൺ വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. പ്ലേ ബട്ടണുകൾ ഒരുപാട് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? എന്നാലും നമ്മുടെ ഫാമിലിയുടെ നമ്മുടെ ചാനലിൻ്റെ പ്ലേ ബട്ടൺ ആദ്യമായിട്ട് നിങ്ങളുടെ മുമ്പിൽ നിന്നാണ് ഞാനും കാണാൻ പോകുന്നത്. ഓപ്പൺ ചെയ്യാം നമുക്ക്. അമ്മ ബാ ഓപ്പൺ ചെയ്യും. അങ്ങനെ നമ്മളെല്ലാവരും ധ്രുവൂട്ടിൻ്റെ ലെവലിലേക്ക് നിലത്തിരുന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നാൽ ഇവനും ഓക്കെ. അപ്പോൾ നമുക്കിങ്ങനെയാണ് ബോക്സ് വന്നിട്ടുള്ളത്. ഇതുണ്ട് എൻ്റെ അഡ്രസ്സും ഒക്കെ എഴുതിയിട്ടുണ്ട്. അമ്മേ എന്ത് തോന്നുന്നു? ഒരുപാട് സന്തോഷം തോന്നുന്നു. അന്ന് തുറക്ക്. അമ്മേനെ കൊണ്ട് തന്നെ എന്തായാലും ഓപ്പൺ ചെയ്യിപ്പിക്കുന്നുണ്ട്. ധ്രുവൂട്ടാ നമ്മൾ തമ്മിലുള്ള അഗ്രിമെൻറ്റ് ഞാൻ മറന്നിട്ടില്ല. അത് ഓൾറെഡി ഓപ്പൺ ആണോ? ബോക്സ് എനിക്ക് തരും. അച്ചപ്പാടാക്കല്ല. ആ സൈഡ് കൊടുക്കണം. ഇവിടെ എല്ലാം ഉണ്ട്. കാര്യമില്ല ഇപ്പൊ തരുമ്പോ ഇവിടെ നമുക്ക് ബാ കളിക്കണ്ടേ. നമുക്ക് ഇനി എന്തെല്ലാം വാങ്ങാനുണ്ട്. നമുക്ക് ഗോൾഡ് വാങ്ങണം, പിന്നെന്താ ഉള്ളത്, ഡയമണ്ട് വാങ്ങണം. നല്ല പാക്കിംഗ് ആണേ. തുറക്ക്. ഇത് അങ്ങനെയല്ല, ഇങ്ങനെയാണ് തുറക്കില്ല. അങ്ങനെ വെച്ചിട്ടാണ് തുറക്കുന്നത്. ഒരു കറുത്ത കവറൊക്കെ ഉണ്ട്. യെസ്, ഒരു ലെറ്റർ വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് എന്താ എഴുതിയിരിക്കുന്നത്? Congratulations on your subscriber milestone. We are honored to take part in recognize your achievement and want your experience to be exceptional എന്നൊക്കെ പറഞ്ഞിട്ട് റിക്കി ബൈ ആണ് അയച്ചേക്കുന്നത്. ഡു യു റിമെമ്പർ യുവർ ഫസ്റ്റ് സബ്സ്ക്രൈബർ? ആദ്യത്തെ സബ്സ്ക്രൈബർ ഞാൻ തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മയും ചേച്ചിയായിരുന്നു കേട്ടോ. ഓർ 1000 സബ്സ്ക്രൈബർ. ഓക്കെ, ചാൻസസ് ആർ യു ടു ആൻഡ് ഒരു ലെറ്റർ ഉണ്ട് അതിൻ്റെ കൂടെ. അത് പറഞ്ഞിട്ട് ഒരു സൈനൊക്കെ എഴുതിയിട്ടുണ്ട്. ഒരു സൂസൻ വോജ്സ്റ്റോക്കി CEO, യൂട്യൂബിൻ്റെ CEOയുടെ. അതിനുശേഷം ഇതാണ് നമ്മളുടെ പ്ലേ ബട്ടൺ. അതെടുക്കാൻ അതിൻ്റെ പക്കത്തിൽ ബാക്ക് പാക്കർ സുധി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. യെസ്, ഒന്ന് കാണിച്ചു തന്നെ. യെസ്, പ്രസൻറ്റഡ് ടു ബാക്ക് പാക്കർ സുധി ഫോർ പാസിംഗ് 1 lakh സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞിട്ട്
നമ്മളുടെ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചത് കണ്ട് നിങ്ങൾ ഇതിനകത്ത് നമുക്ക് മുഖം നോക്കാൻ പറ്റും. നിങ്ങൾ നമ്മുടെ മുഖമെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. കൊള്ളാം. ആദ്യമായിട്ടാണ് ഞാനൊരു പ്ലേ ബട്ടൺ ആദ്യമായിട്ടല്ല, അഷ്റഫിക്കാരുടെ അടുത്ത് പോയപ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ പ്ലേ ബട്ടൺ കാണുന്നത്. അതിനുശേഷം നമ്മുടെ പേരിലൊരു പ്ലേ ബട്ടൺ ഇത് കണ്ടോ. സന്തോഷം. എന്നാ പറയുക അമ്മ ഇത് പിടി. എന്ത് തോന്നുന്നു? ഒരുപാട് സന്തോഷം. ഓക്കെ, എന്തായാലും ഉണ്ടല്ലോ നമ്മളുടെ ഈ ഒരു യാത്രയിൽ നിങ്ങളെല്ലാവരും ഈ ഒരു പ്ലേ ബട്ടൺ ഒരിക്കലും എനിക്ക് മാത്രമായിട്ടോ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് പേർക്ക് മാത്രമായിട്ട് കിട്ടിയേക്കുന്നില്ല. നമ്മളുടെ ഫാമിലിയിലെ ഇപ്പോൾ ഉള്ള 1,21,000 സബ്സ്ക്രൈബേഴ്സുണ്ട്. അവരുടെ എല്ലാവരുടെയും സപ്പോർട്ടും പിന്തുണയും ഒന്നുകൊണ്ട് മാത്രമാണ് കേട്ടോ നമുക്ക് ഈ ഒരു എന്നാ പറയുക ഈ ഒരു പ്ലേ ബട്ടൺ നമ്മുടെ കയ്യിലേക്ക് വന്നത്. ഇത് ജസ്റ്റ് ഒരു തുടക്കം മാത്രമാണ്. ഇനിയും ഒരുപാട് ബട്ടണുകൾ നമുക്ക് പുറകെ ആവശ്യമുണ്ട്. കിട്ടും. എല്ലാം നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും കേട്ടോ. എന്തായാലും ഒരുപാട് സന്തോഷം. നമ്മളുടെ കയ്യിൽ അവസാനം അറ്റ് ലാസ്റ്റ് വന്നു നമ്മുടെ പ്ലേ ബട്ടൺ. ഏത് അറ്റത്തുണ്ട് അമ്മ എൻ്റെ റെക്കോർഡ്, എൻ്റെ ലെറ്റർ അതെന്താ എൻ്റെ ലെറ്ററിന്റെ പകുതി ഞാൻ തിന്നേട്ടാ. ഇതാ വൃത്തിയായിട്ടവനെ മാമന്റെ പ്ലേ ബട്ടൺ ഇത് നിനക്ക് തിന്ന. അയ്യോ അതെന്ത് ലെറ്റർ അവൻ തിന്നേ? എൻ്റെ ലെറ്ററിന്റെ പകുതി അവൻ തിന്നു. കണ്ട മാമനായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചില കഷ്ടപ്പാടുകളൊക്കെ ഉണ്ട് കേട്ടാ. ഇവ മുഴുവൻ നശിപ്പിക്കുകയാണ് കേട്ടാ. എടാ നമ്മൾ തമ്മിൽ ഡീല് പ്രകാരം ബോർഡ് മാത്രമേ നിനക്കുള്ളൂ, ബോക്സ് മാത്രം. ഈ പ്ലേ ബട്ടർ എൻ്റെതാ. എൻ്റെ ലെറ്റർ ഇതുണ്ടത് ഇവിടെ പകുതി കടിച്ചു തിന്നവൻ. അപ്പം ഉണ്ടല്ലോ നമ്മളുടെ പ്ലേ ബട്ടൺ അൺബോക്സിങ് അങ്ങനെ കഴിഞ്ഞു. എനിക്ക് കുറച്ച് പ്ലാനുകളൊക്കെ ഉണ്ടായിരുന്നു, എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായ രീതിയിലൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ നമ്മുടെ പ്ലാൻ പെട്ടെന്ന് മാറി. കാരണം എത്രയും പെട്ടെന്ന് നമ്മൾ തിരിച്ച് യാത്ര പോവുകയാണ് കേട്ടോ. എന്തായാലും എന്താ പറയുക, കേരളത്തിൽ കടന്ന് ഞാൻ ചുറ്റിക്കറങ്ങുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമല്ല എന്നുള്ളത് എനിക്ക് വളരെ വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നമ്മൾ തിരിച്ചു പോകും. ഇന്ന് വൈകിട്ട് ഞങ്ങൾ നേരെ മാഹിക്ക് പോവുകയാണ്. മാഹി നേരെ കോഴിക്കോടേക്കായിരിക്കും വരുന്നത്. കോഴിക്കോട് നിന്ന് കുറച്ച് പരിപാടികൾ ബാക്കിയുണ്ട്. അതിന് ശേഷം ഈ ഒരു ആഴ്ച തന്നെ പെട്ടെന്ന് തിരിച്ച് ഞാൻ മണാലിയിലേക്ക് പോകും. മണാലിയിൽ നമ്മുടെ പ്രഭാകരൻ അവിടെ വെയിറ്റിംഗ് ആണ് കേട്ടോ, നമ്മളെ കാത്തിട്ട്. അപ്പോൾ പ്രഭാകരനെ എടുത്ത് വീണ്ടും നമ്മുടെ യാത്ര തുടരണം. അത് എങ്ങോട്ടേക്കാണ്, എന്തൊക്കെയാണ് ആ യാത്രയുടെ പ്ലാനുകൾ എന്നൊക്കെ ഉള്ളത് ഞാൻ വഴിയേ പറയാം. എന്തായാലും ഇത്രയും നാളും കൂടെ വന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സ്നേഹം, ഒരുപാട് സന്തോഷം. ഇനിയും കൂടെ ഉണ്ടാവുക, സപ്പോർട്ട് ചെയ്യുക. വലിയ വലിയ നേട്ടങ്ങൾ നമുക്ക് ഒരുമിച്ച് നേടേണ്ടതുണ്ട്. വലിയ വലിയ കാഴ്ചകൾ നമുക്ക് ഒരുമിച്ച് കാണേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു കാഴ്ചകൾക്കും ഒക്കെ നിങ്ങളുടെ പിന്തുണ ഒന്ന് മാത്രമാണ് കേട്ടോ കാര്യം. എന്താ പറയുക, കാര്യം നല്ലല്ലോ, എന്താ ഞാൻ പറയുന്നത്. ഓക്കെ ബാ. ഇനിയിപ്പോൾ എന്തായാലും വേറെ വിശേഷങ്ങളൊന്നുമില്ല. ഈ ഒരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ചെറിയൊരു വീഡിയോ ആയിട്ട് മുമ്പോട്ടേക്ക് വന്നത്. അവൻ താഴെ കൂടി വന്നിട്ടുണ്ട്. ഇത് അടുത്ത സാധനം. എടാ കീറിയേക്കല്ലേ. എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം പുതിയ എപ്പിസോഡും യാത്രയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ പറയുകയാണ്. കൂടെ ഉണ്ടാവുക. എപ്പോഴും പറയാറുള്ള പോലെ തന്നെ സ്നേഹം മാത്രമേ.